ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പവും പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ട ഞാൻ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ അതുപോലെ ഇടിയപ്പത്തിനുള്ള വെള്ളം ചൂടാക്കണമല്ലോ. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ഈ അരി മാവുണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ മാവ് തട്ടി കുറച്ച് ഉപ്പൊക്കെ കുടഞ്ഞ് അതിന് ശേഷം ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ചിലർ കുഴയ്ക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ മാവിട്ടിട്ട് ഉപ്പും ഇട്ട് അങ്ങനെ കുഴയ്ക്കും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മാവിലാണ് ഇത് ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തടവി നമ്മുടെ ഇടിയപ്പത്തിന് പിടിക്കുകയാണ്. അപ്പോൾ അതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരു മെഷീനൊക്കെ വന്നു, മറ്റേ ഗണ്ണ് പോലത്തെ, ഭയങ്കര സിമ്പിൾ എന്നാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ടൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, എടി എളുപ്പമാണ്, നീ ട്രൈ ചെയ്ത് നോക്ക്, വാങ്ങണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് അവൾ ലിങ്കൊക്കെ അയച്ചു തന്നു. ഞാൻ ഇതുവരെ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസം എനിക്ക് എന്തായാലും വാങ്ങണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ നിന്ന് പിഴിഞ്ഞ് എൻ്റെ ഏതാണ്ടൊക്കെ തീരും. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ എണീറ്റ് വന്നില്ലായിരുന്നു കേട്ടോ. അമ്മയുടെ സൗണ്ടൊക്കെ ഞാൻ അവിടെ കേട്ടു. പിന്നെ ആരും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിന് പിഴിഞ്ഞു കേട്ടോ. ഇടിയപ്പത്തിന് പിഴിയുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതിങ്ങനെ ഇളകി ചിലപ്പോഴൊക്കെ പോകും കേട്ടോ. അത് നമ്മൾ വയ്ക്കുന്നതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ നേരെ വച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നേരെ വയ്ക്കാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളകി പോവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് ചെയ്യുകയാണ്. ഇനി മുട്ടക്കറി വെക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ ഞാൻ അടുത്ത് മുട്ടക്കറി വയ്ക്കാം.